എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ഡൂസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4 BHK ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീടാണിത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിലാണ്. ഈ വീട് നമുക്ക് വരുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയറക്കോണം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്ററിനകത്ത് മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ബസ് റൂട്ട് ഇവിടെ നമുക്ക് നടന്നു പോകുന്നുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ഈ വീട്ടിൽ നിന്ന് നമുക്ക് തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 16 കിലോമീറ്ററുമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, വലിയ 4 ബെഡ്റൂമോടുകൂടിയ വീടാണ്. വീട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 3 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്ലാസും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഒരു കവേർഡ് കാർ പോർച്ചും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് 2 കാറിലുള്ള സ്പേസും വരുന്നുണ്ട്. ഈ വീട്ടിലെ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് വരുന്നത്. ഈ വീട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. 3 കളർ കോമ്പിനേഷനിലാണ് നമുക്കിവിടെ പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിൽ അഡീഷണൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ മോട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് വെള്ളം നിറച്ചിട്ടില്ല. വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇത് പമ്പ് ചെയ്യുന്നതാണ്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ വീട്ടിൽ കുടിവെള്ളത്തിന് നമുക്ക് കിണർ വരുന്നില്ല, ലൈൻ കണക്ഷൻ മാത്രമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഈ 85 ലക്ഷം രൂപയ്ക്ക് തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു വീട് വരുന്നുണ്ട്. അത് നമുക്ക് 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അവിടെ നമുക്ക് കിണർ വരുന്നുണ്ട്. ഈ ഒരു വീട് കാണാൻ വരുന്നതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള വീടും കൂടെ കാണാൻ പറ്റും. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്. അത് നമ്മുടെ ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള സിറ്റൗട്ട്. സിറ്റൗട്ടിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ ഇരിക്കുന്ന നമുക്ക് പ്ലാവാണ്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് എത്ര ഇഞ്ച് ടി വിയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു ടി വി യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിൻ്റെ ഏരിയയിലെല്ലാം തന്നെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ്, സ്പോൾ ലൈറ്റ്. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് സീലിങ്ങിൽ നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അകത്ത് കളർ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കളറാണ്. അത്യാവശ്യം നമുക്ക് ടെസ്റ്റർ വർക്ക്, നമുക്ക് ബെഡ്റൂമിലായിരുന്നാലും ഹാളിലൊക്കെ നമുക്ക് അത്യാവശ്യം ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ടി വി യൂണിറ്റിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസിലെല്ലാം നമുക്ക് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ടെയിൽ വന്നിട്ട് 4 ഗ്രണ്ടിൻ്റെ വെട്രിഫൈഡ് ടെയിലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലോട്ടാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ് വന്നിട്ട്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ വന്നിട്ട്. വാഷ് ബേസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഈ കാണുന്ന ചെവിരിലൊക്കെ നമുക്ക് ഒരു ചെറിയ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കളറൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. വലിയൊരു ഓപ്പൺ കിച്ചണാണ്. കിച്ചണിൽ നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡിൻ്റെ മേളിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്ന അലുമിനിയം ഫാബ്രിക്കേഷനാണ്. കിച്ചണിലെ ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. കിച്ചണിലെ ടെയിൽ, ഫ്ലോർ ടെയിൽ വന്നിട്ട് 4 ഗ്രണ്ടിൻ്റെ മാറ്റ് ടെയിൽ, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ്. 2 ഗ്യാസ് സിലിണ്ടർ വരെ വയ്ക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അകത്ത് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ഹൗസ് സൈഡിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ ഗ്രില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഹോബും വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോറേജ്. ഇനി നമുക്കിവിടെ കുറച്ച് ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. ഈ ഹൗസിൽ നമുക്ക് ചെറുതായിട്ട് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്, ക്ലീനിങ് ഒക്കെ വരുന്നുണ്ട്. ഈ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു ഓപ്പൺ സ്പേസ്, വലിയൊരു ഓപ്പൺ സ്പേസ് ഇട്ടിട്ടുണ്ട്. ബാക്ക് സൈഡിലാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ. ഇവിടെ നമുക്ക് ചെറിയൊരു സിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആലുവ അടുപ്പൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ട് വയ്ക്കാൻ പറ്റിയ ഒരു അനുയോജ്യമായ വർക്ക് ഏരിയയാണിത്. വർക്ക് ഏരിയയുടെ ബാക്ക് സൈഡിലാണ് നമുക്ക് നനകല്ല് വരുന്നത്. വീടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്കിലായിട്ട് മതിലിൻ്റെ അവിടെ നമുക്ക് വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി അതിനൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്.
ഈ വില്ലയ്ക്കകത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ഹരിതസേനയിൽ നിന്ന് ആൾ വരുന്നുണ്ട്, ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഫാമിൽ നിന്നും ആൾ വരുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ആയിട്ടാണ് വരുന്നത്. നമുക്കിവിടെ 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. 4 ബെഡ്റൂമിലും AC പോയിന്റും 4 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. വിൻഡോസിലെല്ലാം തന്നെ നമുക്ക് കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വാഷ്റൂമിലെ ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ വാഷ്റൂമാണ്. വാഷ്റൂമിൽ ഡോർ ആയിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് നമുക്ക് വാഷ്റൂമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ച് നമുക്ക് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഡൈനിങ്ങിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ് വരുന്നത്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെന്റർ ടേബിളിൽ നമുക്ക് വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റീലിലാണ്. സ്റ്റെയറിന്റെ സെന്ററിലായിട്ട് നമുക്കിവിടെ ഒരു ജനലും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാള്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാളാണ്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഹാളാണ്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 17x12 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ബെഡ്റൂമുകളിൽ ഒന്നും തന്നെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടില്ല. ആവശ്യക്കാർക്ക് നമുക്ക് കബോർഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 24x10 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 സീലിംഗിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെന്റർ ചെവിൽ നമുക്ക് ചെറിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നതാണ്. വിൻഡോസിലെല്ലാം തന്നെ കർട്ടനും ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിലും AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റീലാണ്. ഇത് നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുണ്ട്. നല്ലൊരു സൈലന്റ് ഏരിയക്കകത്താണ് വീട് വരുന്നത്. ഇതൊരു ചെറിയ വില്ല കമ്മ്യൂണിറ്റിയാണ്. ഈ വീടിരിക്കുന്ന നമുക്ക് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന വീടാണ്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ ആണ്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസും വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ടെറസിലോട്ട് വന്ന സ്റ്റെയർ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. ടെറസിൽ മൊത്തം നമുക്കിവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട്. ഇനി സെക്കൻഡ് കോട്ട് വാട്ടർ പ്രൂഫിങ് അടിക്കാനുണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസ്. അത്യാവശ്യം ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ് വരുന്നത്. ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. ടെറസിൽ മൊത്തം നമുക്കിവിടെ വാട്ടർ പ്രൂഫിങ് ഫസ്റ്റ് കോട്ട് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട്. നല്ലൊരു വ്യൂ ആണ്. നമുക്ക് സന്ധ്യയ്ക്കൊക്കെ ഇവിടെ കയറുന്ന അത്യാവശ്യം നല്ലൊരു വ്യൂ, നല്ല സൈലൻറ്റ് ഏരിയയ്ക്കകത്താണ് ഈ വീട് വരുന്നത്. ടെറസിൽ നിന്ന് നമുക്ക് മെയിൻ റോഡ് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയറക്കോണത്ത് കാവുംപുറത്താണ് നമുക്ക് വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ, നമുക്കൊരു 100 മീറ്ററിൻ്റെ നമ്മൾ നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ടെറസിൽ നിന്ന് തന്നെ നമ്മുടെ മെയിൻ റോഡ് കാണാൻ പറ്റും. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ റോഡ് വന്നിട്ട് നമുക്ക് 4 മീറ്ററാണ് റോഡിൻ്റെ വീതി വന്നിട്ട്. ഈ കാണുന്ന വില്ല കമ്മ്യൂണിറ്റിയുള്ള ഏകദേശപ്പെട്ട വീടുകളെല്ലാം സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്.
വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 3 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ വീട് കാണാൻ വരുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള വീട് നമുക്ക് 85 ലക്ഷം രൂപയ്ക്ക് 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് 4 BHK വീട് വേറെയുണ്ട്. ആ വീടും കൂടെ കാണാൻ പറ്റുന്നതാണ്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസാണ്. 80% നമുക്ക് ഏത് ബാങ്കിലാണെങ്കിൽ നമുക്ക് ഹോം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ ബാക്കി ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയണമെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററും എയർപോർട്ട് 16 കിലോമീറ്ററും മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് കാണാനോ ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയണമെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തെന്തെങ്കിലും വേറൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.